അച്ഛൻ ഈ ലക്ഷങ്ങൾ മുഴുവൻ എവിടുന്നെടുത്ത് തരാനാ? നമ്മുടെ ഗതികേട് പറഞ്ഞ് എനിക്ക് ശ്രീധനായിട്ടൊന്നും തന്നിട്ടില്ലല്ലോ. അമ്മ എന്താ ഒന്നും പറയാത്തെ? മോള് പറഞ്ഞ ആവശ്യം ഗൗരവമുള്ളതാ. അച്ഛൻ തിരിച്ചു വന്ന ആ പ്രോപ്പർട്ടി വിൽക്കാൻ തന്നെയാ തീരുമാനം. അത് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടല്ലേ? അതെന്തായാലും നന്നായി. പക്ഷേ അത് വിറ്റ് കിട്ടുന്ന പണം മോൾക്ക് തരാൻ പറ്റില്ല. പിന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾ മോൾക്കറിയാലോ. ഹരി ആകെ പ്രതിസന്ധിയില. ഹരിയുടെ കമ്പനിക്ക് വേണ്ടി എടുത്ത ലോണ് വല്ലാത്തൊരവസ്ഥയില. മോളുടെ ഏട്ടന്റെ സ്വഭാവം അറിയാലോ. എല്ലാവരെയും ഒരുമിച്ച് കൊല്ലാനുള്ള തീരുമാനത്തില. പ്രോപ്പർട്ടി വിറ്റ് കിട്ടുന്ന പണം ഹരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അമ്മയ്ക്ക് ഞാനാണോ ഹരിയാണോ വലുത്? ഇപ്പോ വലിപ്പച്ചെറുപ്പം നോക്കലല്ല കാര്യം. ഈ രണ്ട് കുടുംബങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഹരിയുടെ പ്രശ്നങ്ങൾ തീർത്തേ പറ്റൂ. വാക്ക് കൊടുത്തതിൽ നിന്നും എനിക്ക് പിന്മാറാൻ പറ്റില്ല. എങ്ങനെയാ അമ്മയ്ക്ക് ഇതെന്നോട് പറയാൻ തോന്നേ? ഞാനൊരു ജീവിതം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ അമ്മയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നേ. എനിക്ക് എന്തിനാ വന്നത്? അവിടെ നിന്നിട്ട് നിപ്പ് ഉറക്കുന്നില്ല അല്ലേ? അല്ല, നിങ്ങള് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും കരുതി ഞാൻ. സംസാരിച്ചോണ്ടിരിക്കോ? എന്തായാലും വന്നല്ലോ. നിത്യേച്ചിയും കൂടി കേട്ടോ. മനുവിനൊരു പ്രശ്നം ഉണ്ടായിട്ടേ അതിൽ നിന്നും മനുവിനെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടി ഒരു സഹായം ചോദിക്കാനാ ഞാൻ ഇവിടെ വന്നത്. അപ്പോ അമ്മയ്ക്കത് പറ്റില്ല. പാലക്കാട് കിടക്കുന്ന പ്രോപ്പർട്ടി വിറ്റ് ഹരിയെ സഹായിക്കണമെന്ന്. അല്ലെങ്കിലും അത് അങ്ങനെ തന്നെയാണല്ലോ. എന്നെക്കാളും എന്റെ ഏട്ടനേക്കാളും ഒക്കെ പ്രാധാന്യം ഇവിടെ നിത്യേച്ചിക്കാണല്ലോ. നിത്യേച്ചിയുടെ കാര്യങ്ങൾ നടന്നിട്ടല്ലേ ബാക്കി ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടും. ജ്യോതി, നീ ആവശ്യമില്ലാത്തത് സംസാരിക്കണ്ട.
നീ എന്താ ശരവണ അവിടെ? ரொம்ப நேரமாய் நான் உங்கள்ட்ட புறகே இருக்கு சார். இந்த ஏரியா என்ன பிரமாதம் சார். இங்க இருந்து வெளியில ஒரு சப்தம் கூட கேட்க மாட்டேன் இல்லையா? ആ? എന്താ നിന്റെ ഉദ്ദേശം? நீங்க ஒராளோட உயிரெடுக்கிற நான் பார்த்திருக்கேன். இனி எவ்வளவு உயிர் வேணும் சார் உங்களுக்கு? யார உயிர் வேணும் சார் உங்களுக்கு? நித்யா அம்மாவோட, அதான் சுஜாதா அம்மாவோட. சுஜாதா அம்மா என்னோட யாருன்னு உங்களுக்கு தெரியுமா? எனக்கு சோறு விடணும் என்னோட அம்மா. நித்யா அம்மா யாருன்னு தெரியுமா? என்னோட தங்கச்சி தான். உன்னோட உடல்ல உயிர் இருந்தா அவக்கு நிம்மதி கிடைக்க மாட்டேன். ഏയ് ശരവണ,